നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമുക്കറിയാവുന്ന പോലെ കുംഭമേളയിലൂടെ വൈറലായ പെൺകുട്ടിയുടെ വിവാഹം, ആ വിവാഹവുമായി ബന്ധപ്പെട്ട് അരങ്ങേറിയ സംഭവ വികാസങ്ങൾ, കേസിൻ്റെ വക്കിലൊക്കെ എത്തി, പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്നതടക്കമുള്ള വിവരങ്ങൾ വരുന്നു. അതിനിടയിൽ ഇതാ മറ്റൊരു വാർത്ത കൂടി പുറത്തു വരികയാണ്. ഈ വൈറൽ പെൺകുട്ടി, അതായത് വിവാഹിതയായ പെൺകുട്ടി ഒളിച്ചോടിയെന്ന് ഈ പെൺകുട്ടിയെ വിവാഹം ചെയ്ത ഫർമാൻ പറഞ്ഞിരിക്കുന്നു. ഫർമാൻ്റെ ഒരു വീഡിയോ ഇപ്പോൾ വൈറലായിരിക്കുകയാണ്. പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായില്ലെന്ന് തെളിഞ്ഞതോടെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് പെൺകുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞ് ഒരു വീഡിയോ ഭർത്താവ് ഫർമാൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത്. പക്ഷേ ഈ പെൺകുട്ടിയെ കാണാതായതിന് കാരണം ഫർമാൻ തന്നെയാണ് എന്നാണ് പെൺകുട്ടിയുടെ അമ്മ ആരോപിക്കുന്നത്. അത് ആസൂത്രിതമായ ഗൂഢാലോചനയാണെന്നും കുട്ടിയെ ഇവർ എവിടെയോ ഒളിപ്പിച്ചിരിക്കുകയാണെന്നും കുടുംബം ആരോപിച്ചു. ഇപ്പോൾ പുറത്തു വന്ന വീഡിയോയിൽ ഫർമാൻ പറയുന്നത് ഇപ്രകാരമാണ്: ഞാൻ അജ്മീറിലും പുഷ്കറിലുമാണ്. ഈ പെൺകുട്ടി ഓടിപ്പോയി, അവളെ കണ്ടെത്താൻ ഞാൻ ഇവിടെ വന്നതാണ്. എൻ്റെ സുഹൃത്തുക്കളെ, എനിക്ക് അജ്മീറിൽ അവളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവളെ കണ്ടെത്താൻ ഞാൻ ജോധ്പൂരിലേക്ക് പോവുകയാണ്. ജോധ്പൂരിലൊരു സ്റ്റോപ്പുണ്ട്. അതിനാൽ ആർക്കെങ്കിലും അങ്ങനെയൊന്ന് അറിയാമെങ്കിൽ ദയവായി എന്നെ അറിയിക്കുക. ഈ പെൺകുട്ടിയുടെ കുടുംബം ഇക്കാര്യം അറിഞ്ഞ ഉടനെ അവളുടെ അമ്മ ലതാഭായിക്ക് ശാരീരിക അസ്വാസ്ഥ്യമുണ്ടായി. അവളുടെ അച്ഛൻ ജയ്സിംഗ് ഭോസാലെ പരിഭ്രാന്തിയിലാണ്. ഇതോടെ മഹേശ്വർ നഗറിൽ വീണ്ടും ചർച്ചകൾ സജീവമായിരിക്കുകയാണ്. എന്തായാലും പെൺകുട്ടി എവിടെ എന്ന ചോദ്യമാണ് നിലവിൽ ഉയരുന്നത്. പെൺകുട്ടി ഒളിച്ചോടിപ്പോയി അല്ലെങ്കിൽ കാണാനില്ല എന്നാണ് പെൺകുട്ടിയെ വിവാഹം ചെയ്ത ഫർമാൻ പറയുന്നത്. അപ്പോൾ ആശങ്ക പടരുകയാണ്. പെൺകുട്ടിയുടെ മാതാപിതാക്കൾ വലിയ ആശങ്കയിലായിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. വിവാഹം ഒരു ഗൂഢാലോചനയാണെന്നും കൂടുതൽ സമ്മർദ്ദം ചെലുത്തിയാൽ പെൺകുട്ടി അപ്രത്യക്ഷയാകേണ്ടി വരുമെന്നും ഊഹാപോഹങ്ങൾ ഇതിനകം തന്നെ പ്രചരിച്ചിരുന്നുവെന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത്. എന്തായാലും പെൺകുട്ടി എവിടെ, ഫർമാൻ തന്നെ പറയുന്നു അവളെ കാണുന്നില്ല. അപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ള വീഡിയോ പങ്കുവയ്ക്കുന്നു. അതുകൊണ്ട് തന്നെ ആശങ്ക വാനോളം ഉയരുകയാണ്. ഇപ്പോൾ കേസ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പെൺകുട്ടിയെ മാറ്റി നിർത്തിയിരിക്കുന്നതാണോ, മറ്റെന്തെങ്കിലും ഉണ്ടോ, പെൺകുട്ടി എവിടെയാണ് എന്ന ചോദ്യമാണ് നിലവിൽ വരുന്നത്. വിവാഹം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളെ ആകുന്നുള്ളൂ. അതിന് പിന്നാലെ കേസ് വരുന്നു. പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്ന കേസ് വരുന്നു. ഫർമാനെതിരെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യുന്നു. ഇതിന് പിന്നാലെ പെൺകുട്ടിയെ കാണാനില്ല എന്ന വീഡിയോയുമായി ഫർമാൻ രംഗത്ത് വരുന്നു. ആകെ മൊത്തം കലുഷിതമായിരിക്കുകയാണ്. ഈ പെൺകുട്ടിയോട്, തങ്ങളുടെ മകളോട് ഒരേ ഒരു തവണ മാത്രമേ തങ്ങൾക്ക് സംസാരിക്കാൻ സാധിച്ചുള്ളൂവെന്നും അത് 20 ദിവസങ്ങൾക്ക് മുൻപാണെന്നും വീട്ടുകാർ പറയുന്നുണ്ട്. പെൺകുട്ടിയോട് കുറച്ചു നേരം സംസാരിക്കാൻ അനുവദിച്ചു, പിന്നീട് മൊബൈൽ ഫോൺ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചു എന്നാണ് കുടുംബത്തിൻ്റെ ആരോപണം. എന്തായാലും കേസ് വല്ലാത്തൊരു രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ, ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ഇടപെടലിനെ തുടർന്ന് മധ്യപ്രദേശ് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം മൊണാലിസയുടെ യഥാർത്ഥ ജനനത്തീയതി വെളിപ്പെടുത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ മഹേശ്വർ പോലീസ് സ്റ്റേഷനിൽ ഫർമാനെതിരെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. കുംഭമേളയിലെ വൈറൽ പെൺകുട്ടിയാണ് ഈ പെൺകുട്ടിയുടെ വിവാഹം കേരളത്തിൽ വെച്ചാണ് നടന്നത്. നമുക്കറിയാവുന്ന പോലെ തന്നെ നമ്മുടെ CPM നേതാക്കളൊക്കെ, MP ഗോവിന്ദൻ, V ശിവൻകുട്ടി, A റഹീം അടക്കമുള്ളവരൊക്കെ, MP MLA, പാർട്ടി സെക്രട്ടറി അടക്കമുള്ളവരൊക്കെ എത്തിയാണ് വിവാഹം ആശംസിക്കാൻ അല്ലെങ്കിൽ ആശീർവാദം അർപ്പിക്കാൻ എത്തിയത്. അത് പിന്നാലെ പെൺകുട്ടിക്ക് ഇത് പ്രായപൂർത്തിയായില്ലെന്ന വിവരം വന്നതോടെ തന്നെ അത് വലിയ രീതിയിലുള്ളൊരു നിയമക്കുരുക്കിലേക്ക് കാര്യങ്ങൾ നയിക്കപ്പെടുകയുണ്ടായി. എന്തായാലും പെൺകുട്ടിയുടെ വിവാഹം നടത്തിയതിൽ വീഴ്ചയില്ലെന്നാണ് പോലീസ് പറയുന്നത്. ഹാജരാക്കിയ രേഖകളായ ആധാറും പാൻ കാർഡും ജനന സർട്ടിഫിക്കറ്റും പരിശോധിച്ച ശേഷമാണ് വിവാഹ രജിസ്ട്രേഷൻ നടത്തിയത്. രേഖകളിൽ പെൺകുട്ടിക്ക് 18 വയസ്സ് തികഞ്ഞിട്ടുണ്ട്. വിവാഹം നടന്നതിൽ മറ്റു ദുരൂഹതകളില്ല എന്നതടക്കമുള്ള അന്വേഷണ റിപ്പോർട്ട് റൂറൽ SP DGPക്ക് കൈമാറി. പ്രായപൂർത്തിയാകാത്ത കുംഭമേള വൈറൽ താരത്തെ വിവാഹം ചെയ്തെന്ന കാരണത്താലാണ് പോക്സോ കുറ്റം ചുമത്തി മധ്യപ്രദേശ് പോലീസ് ഫർമാൻ ഖാനെതിരെ കേസെടുത്തത്. തുടർന്നാണ് വിവാഹവുമായി ബന്ധപ്പെട്ട് കേരള പോലീസും അന്വേഷണം നടത്തിയത്. പെൺകുട്ടിയും വിവാഹം കഴിച്ച ഫർമാനും തങ്ങൾക്ക് മുന്നിൽ ഹാജരാക്കിയ രേഖകൾ യഥാർത്ഥമാണെന്നാണ് വിവാഹം രജിസ്റ്റർ ചെയ്ത പൂവാർ പഞ്ചായത്ത് ഓഫീസിലെ അധികൃതർ പോലീസിന് നൽകിയ മൊഴി. ദേശീയ പട്ടികവർഗ കമ്മീഷന്റെയും മധ്യപ്രദേശ് പോലീസിന്റെ ഇടപെടലോടെയാണ് കേരള പോലീസ് വിവാഹ വിവാദത്തിൽ അന്വേഷണം തുടങ്ങിയത്. മധ്യപ്രദേശ് സ്വദേശിനിയും പ്രായപൂർത്തിയാകാത്തതുമായ പെൺകുട്ടിയെ കേരളത്തിൽ എത്തിച്ച് വിവാഹം നടത്തിയ സംഭവത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ഇടപെടൽ ആവശ്യപ്പെട്ട് വിശ്വ ഹിന്ദു പരിഷത്ത് രംഗത്തിറങ്ങിയിരിക്കുകയാണ്. വിഷയത്തിൽ നേരിട്ട് ഇടപെടണമെന്നും പട്ടികവർഗ പെൺകുട്ടിക്കും കുടുംബത്തിനും നീതി ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ട് വിശ്വ ഹിന്ദു പരിഷത്ത് രാഷ്ട്രപതിക്ക് കത്തയച്ചു. പെൺകുട്ടിയുടെ വിവാഹം നടന്ന അരുമാനൂർ നൈനാർ ശിവക്ഷേത്രത്തിനെതിരെയും വിശ്വ ഹിന്ദു പരിഷത്ത് രംഗത്തെത്തി. ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം ക്ഷേത്രത്തിൽ നടക്കുന്ന ഹൈന്ദവ വിവാഹങ്ങൾക്ക് നിയമസാധുത എന്നിരിക്കെ
നൈനാർ ക്ഷേത്രത്തിൽ നടക്കുന്ന മിശ്രമത വിവാഹങ്ങൾ ദുരൂഹമെന്നാണ് വിശ്വ ഹിന്ദു പരിഷത്ത് പറയുന്നത്. സാംസ്കാരിക പരിഷ്കർത്താവായ ശ്രീനാരായണ ഗുരുദേവന്റെ പേര് ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് ക്ഷേത്രത്തിൽ വിവാഹങ്ങൾ സംഘടിപ്പിക്കുന്നതെന്നും വിശ്വ ഹിന്ദു പരിഷത്ത് ആരോപിച്ചു. എന്തായാലും കേസിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷനും വനിതാ കമ്മീഷനും ജില്ലാ ശിശുക്ഷേമ സമിതിയും പ്രതികരിച്ചിട്ടില്ല. പോക്സോ വകുപ്പുകൾ ചുമത്തി ദേശീയ പട്ടികവർഗ കമ്മീഷൻ നടപടികൾ സ്വീകരിച്ചിട്ടും സംസ്ഥാനത്തെ വിവിധ കമ്മീഷനുകൾ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല എന്ന ഒരു ആരോപണം കൂടി ഒരു വശത്ത് ഉയരുന്നുണ്ട്. അതേസമയം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സംഭവത്തിൽ കേസായതോടെ അദ്ദേഹം പ്രതികരണവുമായി രംഗത്ത് വന്നിരുന്നു. കുംഭമേളയിലെ വൈറൽ പെൺകുട്ടിയുടെ വിവാഹത്തിൽ പങ്കെടുത്തതിൽ എന്താണ് കുഴപ്പമെന്നായിരുന്നു MV ഗോവിന്ദന്റെ ചോദ്യം. വിവാഹത്തിൽ പങ്കെടുത്തതിൽ നിയമപരമായ തടസ്സങ്ങളില്ല. എല്ലാ രേഖകളും പരിശോധിച്ച ശേഷമാണ് വിവാഹം നടത്തിയത്. വിവാഹം കഴിച്ചവർക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്ന ആരോപണത്തെ അദ്ദേഹം തള്ളി. അവരുടെ കയ്യിലുണ്ടായിരുന്ന ആധാർ കാർഡും പാൻ കാർഡും പോലീസ് പരിശോധിച്ചിട്ടുണ്ടെന്നും രണ്ടിലും ഒരേ ജനന തീയതിയാണുള്ളതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വിവാഹത്തിൽ പങ്കെടുത്തതിൽ എന്താണ് കുഴപ്പമെന്ന് ചോദിച്ച അദ്ദേഹം ഇതൊരു റിയൽ കേരള സ്റ്റോറി തന്നെയാണെന്നും വ്യക്തമാക്കി. അതിന്റെ ഭാഗമായി തന്നെയാണ് വിവാഹത്തിൽ പങ്കെടുത്തതും. ഈ സമയം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയല്ലേ എന്ന് മാധ്യമങ്ങൾ പറഞ്ഞപ്പോൾ അത് നിയമപരമായ പ്രശ്നമല്ല എന്നായിരുന്നു ചോദ്യം. എല്ലാം പരിശോധിച്ചിട്ടാണ് പോയതെന്നും പാർട്ടി സെക്രട്ടറിക്ക് ആ വിവാഹത്തിൽ പങ്കെടുക്കുന്നതിന് എന്താണ് നോക്കേണ്ടതെന്നും MV ഗോവിന്ദൻ ചോദിച്ചു. ആദ്യത്തെ കേസാണോ ഇത്? കേസൊക്കെ എത്രയാണെങ്കിലും വരും. ആരൊക്കെ കേസ് കൊടുത്തിട്ടുണ്ട്? എത്രയോ കേസുകൾ അഭിമുഖീകരിച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. കേസ് വരുമ്പോൾ പേടിച്ച് മാളത്തിൽ ഒളിക്കുന്ന സൈസാണ് നമ്മളെന്നാണോ വിചാരിച്ചിരിക്കുന്നത്? കേരളത്തിൽ വിവാഹം കഴിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് 2 യുവാക്കൾ കേരളത്തിൽ വരികയും പോലീസ് സ്റ്റേഷനിൽ പോകുകയും ചെയ്തു. അച്ഛനെ കൂട്ടിയാണ് പോയത്. അച്ഛൻ കൊടുത്ത രേഖയാണ് അവിടെയുള്ളത്. ആ രേഖകളെല്ലാം കുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടുണ്ട്. ആധാറും പാൻ കാർഡുമാണ് അവരുടെ പക്കലുള്ള രേഖ. ഇതിലെല്ലാം ഒരേ ജനന തീയതിയാണുള്ളത്. ആദ്യത്തെ രേഖ 5ാമത്തെ വയസ്സിൽ എടുത്തിട്ടുള്ളതാണ്. എല്ലാം പോലീസ് പരിശോധിച്ചിട്ടുണ്ട്. പോലീസ്, ക്ഷേത്ര കമ്മിറ്റി, വിവാഹ രജിസ്ട്രേഷന് വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവരെല്ലാ രേഖകൾ പരിശോധിച്ചിട്ടുണ്ടെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. 2 വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ടവർ വിവാഹം കഴിക്കുന്നതിനെ സംഘപരിവാർ ഭീഷണിയായി കാണുന്നുവെന്നും ഈ വിവാദങ്ങൾക്ക് പിന്നിൽ അവരാണെന്നും MV ഗോവിന്ദൻ ആരോപിച്ചു. ഇപ്പോൾ തന്നെ തങ്ങൾക്ക് ഭീഷണിയുണ്ടെന്നാണ് വിവാഹിതരായവർ പറയുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 2 മതവിഭാഗത്തിൽപ്പെട്ട ചെറുപ്പക്കാർ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നു. ഇവിടെ വന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി. അവരുടെ അംഗീകാരത്തോടു കൂടി ക്ഷേത്ര കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടു. ക്ഷേത്രത്തിൽ വിവാഹിതരായി. അവർക്ക് ആശംസ അറിയിക്കാൻ വേണ്ടി അവിടെ പോയി എന്നത് മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. ആ പോയത് ശരിയാണെന്നാണ് എന്നും ഞങ്ങളുടെ അഭിപ്രായം. ഈ നിലപാട് ഇനിയും തുടരുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. നാഷണൽ കമ്മീഷൻ ഫോർ ട്രൈബ്സ്, ഷെഡ്യൂൾഡ് ട്രൈബ്സ് കേരളത്തിലും മധ്യപ്രദേശിലും നടത്തിയ അന്വേഷണത്തിലാണ് സോഷ്യൽ മീഡിയ താരവും നടിയുമായ കുംഭമേളയിലെ വൈറൽ പെൺകുട്ടിക്ക് വിവാഹ സമയത്ത് പ്രായപൂർത്തിയായിരുന്നില്ല എന്ന് കണ്ടെത്തിയത്. ഇതോടെ ഭർത്താവ് ഫർമാൻ ഖാനെതിരെ പോക്സോ കേസ് ചുമത്തിയിരുന്നു. വൈറൽ താരത്തിന്റെ വിവാഹത്തെ ചൊല്ലിയുള്ള വിവാദങ്ങൾ കത്തിപ്പടരുകയാണ്. അതിനിടയിലാണ് പെൺകുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫർമാന്റെ വീഡിയോ വരുന്നത്. പെൺകുട്ടിയെ കണ്ടെത്തുക എന്നത് വലിയൊരു വെല്ലുവിളിയാണോ എന്ന ചോദ്യം കൂടി ഉയരുന്നുണ്ട്. കഴിഞ്ഞ മാർച്ച് 11 തിരുവനന്തപുരത്തെ അരുമാനൂർ ശ്രീനാരായണ ദേവ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു കുംഭമേള വൈറൽ താരത്തിന്റെ വിവാഹം. പെൺകുട്ടിക്ക് വിവാഹം കഴിക്കുമ്പോൾ പ്രായപൂർത്തിയായിരുന്നില്ല എന്നതാണ് പുതിയ വിവാദങ്ങൾക്ക് തുടക്കമിട്ടത്. അതൊരു കേസ് അല്ലെങ്കിൽ അതൊരു വലിയ വിവാദമായി നിൽക്കവെയാണ് പെൺകുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞ് ഫർമാന്റെ രംഗപ്രവേശം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.